കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ കർഷക കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തുന്നു. കേരള പിറവി ദിനത്തിൽ ബോവിക്കാന മുതൽ ചിറ്റാരിക്കാൽ വരെയാണ് ജാഥ. This news sponsored by ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ നടത്തിയിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിസ്ഥാന വിഭാഗമായ കർഷകരെ അവഗണിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കർഷക രക്ഷയ്ക്കായി സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കേരള പിറവി ദിനത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തുന്നത്. കർഷക രക്ഷായാത്ര എന്ന പേരിൽ നടത്തുന്ന ജാഥ നവംബർ 1 രാവിലെ 9:30 ബോവിക്കാനത്തു നിന്നും പ്രയാണം ആരംഭിക്കും. ചിറ്റാരിക്കാലിലാണ് യാത്രയുടെ സമാപനം. രാവിലെ 11 മണിയോടെ ബന്തെടുക്കയിലും 11:30 കോളിച്ചാലിലും 12 മണിയോടെ കള്ളാരിലും 12:30 ഒടയഞ്ചാലിലും ഉച്ചവിശ്രമത്തിനു ശേഷം 3 മണിയോടെ പരപ്പയിലും 3:30 വെള്ളരിക്കുണ്ടിലും 4:30 ഭീമനടിയിലും ജാഥാപ്രയാണം എത്തിച്ചേരും. ചിറ്റാരിക്കാലിൽ 5 മണിക്കാണ് സമാപനം. മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കർഷക രക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് വർഷങ്ങളായി UDF-ഉം കർഷക കോൺഗ്രസും ജനങ്ങളോട് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. പക്ഷെ അതൊരു ഫലപ്രദമായ നടപടി ഇതുവരെയും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും അനുഭവവും സ്വീകരിക്കാതെ പ്രതിഷേധിച്ചുകൊണ്ട് കർഷക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ ഒട്ടേറെ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതൊന്നും കാര്യമായ ഒരു ഭാഗം കാണാത്ത സാഹചര്യത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലും സംസ്ഥാന പ്രസിഡന്റിന്റെയും ഡോക്ടർ ടിറ്റോ ജോസഫ് കോർഡിനേറ്ററായുള്ള ജാഥയിൽ സംസ്ഥാന നേതാക്കളായ അഡ്വക്കേറ്റ് സോജൻ കുന്നേൽ, അഡ്വക്കേറ്റ് KA ജോയി, MO ചന്ദ്രശേഖരൻ, PO ചന്ദ്രമോഹനൻ, CP സലീം, പ്രൊഫസർ അശോക് ഹെഗ്ഡെ എന്നിവർ രക്ഷാധികാരികളാണ്. ജില്ലാ നേതാക്കളായ CB ബാലകൃഷ്ണൻ, സാബു അബ്രഹാം, MP ജോസഫ്, പുഴനാട് ഗോപാലകൃഷ്ണൻ, അനിൽ വാഴുന്നൂറടി, E വേണുഗോപാലൻ, അന്നമ്മ മാത്യു തുടങ്ങിയവരും ജാഥയിൽ സംബന്ധിക്കും. സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യു, ജില്ലാ പ്രസിഡന്റ് രാജു കട്ടക്കയം എന്നിവർ ചേർന്ന് നയിക്കുന്ന വാഹനജാഥ രാവിലെ ബോവിക്കാനത്ത് വെച്ച് KPCC ജനറൽ സെക്രട്ടറി K നീലകണ്ഠനും സമാപനം ചിറ്റാരിക്കാലിൽ വെച്ച് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PK ഫൈസലും ഉദ്ഘാടനം ചെയ്യും. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ കർഷകർക്ക് അനുമതി നൽകുക, വന്യമൃഗാക്രമണത്തിൽ മരണപ്പെട്ട കർഷക കുടുംബങ്ങൾക്ക് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക, വെടിവെച്ചു കൊല്ലുന്ന കാട്ടുപന്നിയെ ലേലം ചെയ്യുക, കാട്ടുമൃഗങ്ങൾ നശിപ്പിക്കുന്ന കാർഷിക വിളകളുടെ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി വിതരണം ചെയ്യുക, റബ്ബറിന് 300 രൂപ തറവില നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് വാഹനജാഥ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കർഷക കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രാജു കട്ടകയും, ജാഥ കോർഡിനേറ്റർ ഡോക്ടർ ടിറ്റോ ജോസഫ്, സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ അശോക് ഹെഗ്ഡെ, ജില്ലാ വൈസ് പ്രസിഡന്റ് അനിൽ വാഴുന്നൂറടി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.